ചില വണ്ടികളിൽ പല രീതിയിലാണ് ടയറിൻ്റെ തേയ്മാനം സംഭവിക്കുന്നത്. നമ്മുടെ വണ്ടികളുടെ ടയർ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില സമയത്ത് അതിൻ്റെ സെൻറ്റർ മാത്രം തേഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ രണ്ട് സൈഡും ഒപ്പം സെൻറ്റർ തേയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പല രീതിയിലുള്ള ടയർ തേയ്മാനം ഉണ്ടാവുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഞങ്ങൾക്ക് അയയ്ക്കുക, അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. എല്ലാവർക്കും മെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഒന്നാമത്തേത് പറയുന്നത് ഈ സെൻറ്റർ രണ്ട് സൈഡും തേയാതെ സെൻറ്റർ മാത്രം തേയുക, അല്ലെങ്കിൽ സെൻറ്റർ തേയാതെ രണ്ട് സൈഡും മാത്രം തേയുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്നത് എയർ ഇല്ലാതെ തന്നെയാണ്. അതായത് എയർ കൂടുതലായിട്ട് അടിച്ചാൽ രണ്ട് സൈഡ് തേയാതെ സെൻറ്റർ മാത്രം തേഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം കൂടുതലായിട്ട് എയർ അടിക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗം മാത്രം കുറച്ച് മേലോട്ട് വരും, അത് മാത്രം നമ്മുടെ റോഡായിട്ട് ടച്ച് ചെയ്യും, അപ്പോൾ ആ ഭാഗം മാത്രം തേഞ്ഞു പോകും. എന്നാൽ തീരെ എയർ നല്ലോണം കമ്മിയായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡ് മാത്രമാണ് നമ്മുടെ റോഡായി ടച്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ട് സൈഡ് മാത്രം തേയും, സെൻറ്റർ തേയാതെ വരും. അപ്പോൾ എയർ നമ്മുടെ സാധാ എയർ ആണെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം, അല്ല നൈട്രജൻ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. ടയർ തേയ്മാനം വരാനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബർ കംപ്ലൈൻറ്റ് വരുന്നത് മൂലം ടയർ തേയ്മാനം വരും. ഇതുപോലെ മോണോ ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ സെൻട്രൽ ഷോക്ക് അബ്സോർബർ ഉള്ള വണ്ടികളിൽ അത് കംപ്ലൈൻ്റ് ആവുന്നത് മൂലം നമുക്ക് ടയർ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ മറ്റു വണ്ടികളിൽ, അതായത് ഹങ്ക്, അതുപോലെ സ്പ്ലെൻഡർ, ഗ്ലാമർ, അങ്ങനത്തെ വണ്ടികളെല്ലാം സൈഡ് ഷോക്ക് അബ്സോർബർ വരുന്നത്. പൾസർ, അങ്ങനത്തെ വണ്ടികളെല്ലാം രണ്ട് സൈഡിലും ഷോക്ക് അബ്സോർബർ വരും. ഈ രണ്ട് സൈഡിൽ വരുന്ന ഷോക്ക് അബ്സോർബറിൽ ഏതെങ്കിലും ഷോക്ക് അബ്സോർബർ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ ലീക്കായത് മൂലം കംപ്ലൈൻ്റ് ആവുകയോ, അല്ലെങ്കിൽ അത് ചില സമയത്ത് എന്ത് ചെയ്യും, അതിൽ മണ്ണോ അല്ലെങ്കിൽ ചളിയോ കയറുന്നത് മൂലം അത് ഹാർഡാവും, അതായത് വർക്കിംഗ് കുറയും. ആ വർക്കിംഗ് കുറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഷോക്ക് അബ്സോർബറിൽ വർക്കിംഗ് കുറവായിരിക്കും, മറ്റേ ഷോക്ക് അബ്സോർബറിൽ വർക്കിംഗ് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ടയറിൻ്റെ ഏത് സൈഡാണോ തേയ്മാനം കുറവ്, ഷോക്ക് അബ്സോർബർ കുറവ്, ആക്ഷൻ കുറവ്, ആ ഭാഗത്ത് ടയർ തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം, അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്വിംഗ് ആം ബുഷോ അല്ലെങ്കിൽ സ്വിംഗ് ആമിൻ്റെ നീഡിൽ ബെയറിങ്ങോ കംപ്ലൈൻ്റ് ആവുന്നത് മൂലം ടയറിൻ്റെ ഒരു സൈഡ് പ്രത്യേകിച്ച് തേയാനുള്ള കാരണമായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്വിംഗ് ആം ബുഷ് എന്ന് പറയുന്നത് ഒരു 150 cc മുകളിലുള്ള വണ്ടികളിലാണ് സാധാരണ ബെയറിങ്ങും നീഡിലും ബുഷുമായിട്ട് കൊടുക്കുക. അല്ലാത്ത വണ്ടികളിലൊക്കെ സാധാരണ ഡാമ്പർ റബ്ബറായിട്ടാണ് കൊടുക്കുക. അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. എന്നാൽ ഒരു 150 cc മുകളിൽ ഇപ്പോൾ ഹങ്ക്, യൂണിക്കോണ്, അതുപോലെ തന്നെ എഫ്സെഡ്, അങ്ങനത്തെ വണ്ടികളിലൊക്കെ ഈ ബാക്കിലത്തെ ഈ ചേസും ഈ വരുന്ന സ്വിംഗ് ആമും ഇത് നമുക്കിങ്ങനെ സ്വിംഗ് ആവുന്നത് കൊണ്ടാണ് ഇതിനെ സ്വിംഗ് ആം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഷോക്ക് അബ്സോർബ് പോലെ തന്നെ വർക്ക് ചെയ്യും. നമ്മൾ കുഴിയിലൊക്കെ ചാടുന്ന സമയത്തോ അല്ലെങ്കിൽ ബാക്കിൽ വെയിറ്റ് കൂടുന്ന സമയത്തോ ഇതും ഷോക്ക് അബ്സോർബർ പോലെ മേലേക്കും താഴേക്കും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സ്വിംഗ് ആം എന്ന് പറയുന്നത്. ഈ സ്വിംഗ് ആമിനെ ഈ ചേസിനോട് ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആക്സിഡ് കാണാം. ഈ ആക്സിഡിട്ടാണ് നമ്മൾ ഈ ചേസിനോട് ബന്ധിപ്പിക്കുന്നത്. ഈ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു രണ്ട് നീഡിൽ ബെയറിങ്ങും അതുപോലെ തന്നെ ഒരു ബുഷും ഉണ്ട്. ആ ബുഷ് ഈ രണ്ട് സൈഡ് ഓരോ നീഡിൽ ബെയറിംഗ് ഉണ്ടാവും. ആ നീഡിൽ ബെയറിങ്ങിൽ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ ഏതെങ്കിലും ഒരു ബെയറിങ് കംപ്ലൈൻ്റ് ആകുമ്പോൾ ആ ഭാഗത്തിലേക്ക് എന്താവും, അത് ഷെയ്ക്കാവാൻ തുടങ്ങും. ആ സമയത്ത് എന്ത് ചെയ്യും, ടയർ ഒരു സൈഡ് ഏത് ഭാഗത്തെ ബെയറിംഗ് ആണോ പോയിരിക്കുന്നത് ആ ഭാഗത്തെ ബെയറിങ്ങിനോട് ആ ടയർ എന്ത് ചെയ്യും, ബാക്ക് ടയർ തേയ്മാനം സംഭവിക്കും. ഇതിൽ എങ്ങനെ മനസ്സിലാക്കാം, ഇത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വണ്ടി പതുക്കെ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഫുട് റെസ്റ്റിൽ നമ്മൾ കാല് വെക്കുമ്പോൾ ആ കാലിലേക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ, നമുക്ക് വണ്ടിയിലില്ലാത്ത പെട്ടെന്നൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സ്വിംഗ് ആം ബുഷ് ഒന്ന് ചെക്ക് ചെയ്യണം, നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വളവൊക്കെ പെട്ടെന്ന് ചരിച്ചൊടിക്കുന്ന സമയത്തും ബാക്ക് വീല് പെട്ടെന്ന് ഉളഞ്ചുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വന്നാലും നമ്മൾ സ്വിംഗ് ആം ബുഷ് പോയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ സ്വിംഗ് ആം ടയറിൻ്റെ വിയർ എങ്ങനെ തേയ്മാനം വരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സാധാരണ യൂണിക്കോൺ അതുപോലെ തന്നെ ഹങ്ക് എഫ്സെഡ് പോലത്തതിലെല്ലാം അതിൻ്റെ സിങ്ങാം ബുഷും ബെയറിങ്ങും വരുന്നത് മെറ്റലായിരിക്കും. എന്നാൽ പൾസറിലും അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന മറ്റേ ബുള്ളറ്റിലെല്ലാം അതിൻ്റെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിൽ ഈ ബുള്ളറ്റ് ഓടിക്കുന്നവരോ അല്ലെങ്കിൽ പൾസർ ബജാജിൻ്റെ വണ്ടി അതായത് അങ്ങനത്തെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഇതുപോലെ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും. കാരണം അതിൽ രണ്ട് സൈഡും പ്ലാസ്റ്റിക്കാണ് സിങ്ങാം ബുഷിന് ബെയറിങ്ങിൻ്റെ പകരം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തേയ്മാനം വരികയും പെട്ടെന്ന് അത് ഷെയ്ക്കാവുകയും ചെയ്യും. അതുകൊണ്ട് ടയർ തേയ്മാനം മാത്രമല്ല ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പല്ല് വരെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഫ്രണ്ട് ടയർ, ഇത്ര നേരം പറഞ്ഞ ബാക്ക് ടയറിൻ്റെ കാര്യങ്ങളാണ്. ഇനി ഫ്രണ്ട് ടയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ തേയ്മാനം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഷോക്ക് അബ്സോർബറിൻ്റെ ഓയിൽ ഏകദേശം 15,000 കിലോമീറ്റർ കൂടുമ്പോൾ അത് രണ്ടിൻ്റെയും ഓയിൽ മാറ്റി വിടണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ ആക്ഷനെ, ഇതിൻ്റെ ആ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ആക്ഷനെ എന്ത് ചെയ്യും, അത് ബാധിക്കും. അത് ബാധിക്കുന്ന സമയത്ത് ഒരു സൈഡ് ചിലപ്പോൾ കൂടുതലായിട്ട് ആക്ഷൻ കാണിക്കും, അതുപോലെ മറ്റൊരു സൈഡ് കുറവായി കാണിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ടയർ ഓരോ സൈഡ് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് വണ്ടിയുടെ വീൽ ബെയറിങ്, അതായത് വീലിൽ ഈ സ്റ്റെമ്മിനോട് നമ്മൾ ആക്സിൽ ഇട്ടിട്ടാണ് ജോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീല് ഫ്രീ ആയി കറങ്ങുന്നതിന് വേണ്ടി ഈ രണ്ട് സൈഡും ഓരോ ബെയറിങ് കൊടുത്തിട്ടുണ്ടാവും. ഈ ബെയറിങ് പോകുന്ന സമയത്ത്, അതായത് ഈ ബെയറിങ് കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വീല് ഷെയ്ക്കാവാൻ തുടങ്ങും. ഈ ഷെയ്ക്കാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഏത് സൈഡാണോ തോന്നിയ പോലെ എന്ത് ചെയ്യും, നമുക്കത് ടയർ തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബാക്ക് ടയറിൽ അങ്ങനെ വീൽ ബെയറിംഗ് പോണതുകൊണ്ട് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കില്ലെങ്കിലും ഫ്രണ്ട് വീലിൽ ബെയറിംഗ് പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കാരണം ഈ ഷോക്ക് അബ്സോർബർ ഓയിലെല്ലാം കറക്റ്റാണ്, വീൽ ബെയറിംഗ് കറക്റ്റാണ്, എന്നാലും ടയർ ഒരു ഡിസ്കിൻ്റെ സൈഡിൽ തേയ്മാനം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡിസ്ക് തന്നെയാണ്. കാരണം ഈ ഡിസ്കിൻ്റെ ഈ ബ്രാക്കറ്റ്, ഈ രണ്ട് ബ്രാക്കറ്റ് ഈ ഡിസ്കിൻ്റെ കാലിപ്പറോട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. ഈ ബ്രാക്കറ്റാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ബോട്ടം കേസിൽ രണ്ട് ബോൾട്ടോടെ നമുക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഡിസ്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇതിലുള്ള രണ്ട് പിസ്റ്റൺ നമ്മുടെ ഉള്ളിലേക്ക് തള്ളും. ആ പിസ്റ്റൺ അല്ല എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ റിട്ടേൺ വരില്ല. എന്നാൽ ഈ ഡിസ്കിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ കാലിപ്പർ കുറച്ച് പുറകോട്ട് വരും. ഈ പുറകോട്ട് വരണമെങ്കിൽ എന്തായിരിക്കണം, ഈ ബ്രാക്കറ്റിൻ്റെ രണ്ട് ലെഗും ഫ്രീ ആയിരിക്കണം. ഈ രണ്ട് ലെഗ് ഫ്രീ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കാലിപ്പർ നമ്മൾ ഡിസ്ക് പിടിക്കുന്ന സമയത്ത് പുറകോട്ട് വരില്ല. അങ്ങനെ വരാൻ സമയത്ത് എന്ത് ചെയ്യും, ഈ ടയറിനെ കൂടെ അതെന്ത് ചെയ്യും, ആ ബലം, നമ്മുടെ ഡിസ്കിൻ്റെ ആ ഒരു ബലം ഈ ടയറിനെ കൂടെ ബാധിക്കും. ആ ബാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ടയറിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് തേഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരു 2000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ വണ്ടി സർവീസ് ചെയ്യാറുണ്ട്. ആ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ക് അഴിച്ച് അതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ഈ രണ്ട് ലെഗും എപ്പോഴും ഗ്രീസ് ചെയ്യാൻ എന്ത് ചെയ്യരുത്, നമ്മൾ മറക്കരുത്. ഗ്രീസ് ചെയ്യാൻ അവർ ചെയ്തില്ലെങ്കിലും നമ്മൾ ഗ്രീസ് ചെയ്യാൻ അവരോട് പ്രത്യേകം പറയണം. അല്ലാത്ത പക്ഷം ഈ ഗ്രീസ് ചെയ്യാത്ത സമയത്ത് ഇതിൻ്റെ എന്ത് ചെയ്യും, ഈ ടയറിൻ്റെ പുതിയ ടയറായാലും ശരി നമ്മുടെ ഈ ടയറിൻ്റെ ഈ ഡിസ്കിൻ്റെ സൈഡിനോട് നമ്മുടെ ഈ ടയറിന് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ബൈക്കിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇത് നമ്മുടെ സ്കൂട്ടറുകളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ടയർ പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ പെട്ടെന്ന് തേയ്മാനം വരും. നമ്മൾ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ വരുന്നത് എന്താണ്, അതിൻ്റെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ടയർ തേയ്മാനം ഉണ്ടാവും, വണ്ടി വെട്ടാൻ തുടങ്ങും. ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വരുന്ന സ്കൂട്ടറിന് അല്ല പറയുന്നത്, ഇപ്പോൾ വരുന്ന സ്കൂട്ടറിലെല്ലാം ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, നമ്മുടെ ബൈക്കിൽ വരുന്ന പോലത്തെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് അതിൽ തേയ്മാനം വളരെ കുറവായിരിക്കും. എന്നാൽ പഴയ വണ്ടികളിൽ നമ്മുടെ കുഷ്യൻ സസ്പെൻഷൻ സിസ്റ്റമാണ്, അത് ആം അതുപോലെ ഒരു സ്പ്രിങ് മാത്രമാണ് അതിൽ സസ്പെൻഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യും, അതിൻ്റെ ആമിൽ ബുഷുകൾ വരും.
ഏകദേശം 4-5 ബുഷ്, റബ്ബർ ബുഷ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബുഷ്, സ്റ്റീൽ ബുഷ്, അങ്ങനെ 4-5 ടൈപ്പ് ബുഷുകൾ വരും. ഈ ബുഷുകളെല്ലാം ഏകദേശം ഒരു 6000 അല്ലെങ്കിൽ ഒരു 7000 കിലോമീറ്റർ കൂടുമ്പോൾ ആ ബുഷുകളെല്ലാം മാറ്റി വിടണം, റീപ്ലേസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യും? ടയറിന് ഷെയ്ക്ക് വരും. ആ ഷെയ്ക്ക് വരുന്ന സമയത്ത് ടയർ എന്ത് ചെയ്യും? ആ ഷെയ്ക്ക് ഏത് ഭാഗത്താണോ കൂടുതലുള്ളത് ആ ഭാഗം തേയ്മാനം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷോക്ക് അബ്സോർബർ വരുന്നത് ഒരു സൈഡ് ഡമ്മി ആയിരിക്കും, ഒരു സൈഡ് മാത്രമാണ് വർക്കിംഗ് ഉള്ള ഷോക്ക് അബ്സോർബർ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഷോക്ക് അബ്സോർബറിൽ മണ്ണ് കയറി, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ ഓടുന്ന സമയത്ത് ആ ഷോക്ക് അബ്സോർബറിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഉള്ളിലേക്ക് മണ്ണൊക്കെ കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പെട്ടെന്ന് വർക്കിംഗ് ആവാത്ത ഒരു അവസ്ഥ വരും. ആ അവസ്ഥ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ടയറിൻ്റെ തേയ്മാനം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പീരീഡ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30,000 അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ കൂടുമ്പോൾ ഈ നമ്മുടെ പഴയ മൈസ്ട്രോ, അതുപോലെ തന്നെ ആക്റ്റീവ, പ്ലഷർ പോലത്തെ വണ്ടിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബർ മാറ്റിവിടുന്നത് വളരെ നന്നായിരിക്കും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അത് ഇനിയും കൂടുതലായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.